ജെയിംസ് കിച്ചണിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. സാൽമൺ ഫ്രൈ ആണ്. നമ്മുടെ നാട്ടിൽ സാൽമൺ ഫിഷ് ഫ്രോസൺ ആയിട്ടാണ് മേടിക്കാൻ കിട്ടുന്നത്. അപ്പം ഞാനിത് ഫ്രോസൺ ആയിട്ടുള്ള സാൽമൺ ഫിഷാണ് വാങ്ങിയിരിക്കുന്നത്. പോളാർ റീജിയനിൽ ഉണ്ടാകുന്നതാണ് സാൽമൺ. ഈ സാൽമണിൻ്റെ പ്രത്യേകത, ഇത് കടലിലാണ് ജീവിക്കുന്നതെങ്കിൽ മുട്ടയിടാനായിട്ട് ശുദ്ധജല നദിയിലേക്ക് സഞ്ചരിച്ച് ശുദ്ധജല നദിയിൽ വന്നാണ് ഇത് മുട്ടയിടുന്നത്. അതിനുശേഷം ഇത് തിരിച്ച് വീണ്ടും കടലിലേക്ക് പോവും. അടുത്ത വർഷം മുട്ടയിടാറാകുമ്പം വീണ്ടും ശുദ്ധജല നദിയിലേക്ക് തിരിച്ച് സഞ്ചരിക്കും. അപ്പോൾ ഒഴുക്കിനെതിരെ സഞ്ചരിച്ച് വന്ന് ഇത് മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിച്ച് പോകുന്നൊരു മത്സ്യമാണ്. സാൽമൺ ഫിഷിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ് ധാരാളം ഉണ്ട്, വിറ്റമിൻ ഡി ഉണ്ട്, പിന്നെ ധാരാളം പോഷക സമൃദ്ധമാണ് സാൽമൺ ഫിഷ്. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് സാൽമൺ ഫിഷ് ഫ്രൈ ചെയ്യാനാണ്. ഫ്രൈ ചെയ്യുന്ന ഒരു പ്രത്യേക രീതിയിലാണ് കേട്ടോ. അപ്പം ഞാനിത് ഫ്രൈ ചെയ്ത് വരുമ്പോൾ പുറം നന്നായിട്ട് മൊരിഞ്ഞും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫിഷ് ഫ്രൈ ആണ് തയ്യാറാക്കുന്നത്. സാൽമൺ ഫിഷ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. മാരിനേറ്റ് ചെയ്ത് വെക്കാനായിട്ട് ഞാനിവിടെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് 1/4 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1/2 ടീസ്പൂൺ, ലെമൺ ജ്യൂസ് 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടിയും കൂടെ നമുക്ക് വേണമെങ്കിൽ ഈ കൂട്ടത്തിൽ 1/2 ടീസ്പൂൺ ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നില്ലേ. ഇനി നമുക്ക് ഈ മസാല എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചെറിയൊരു നനവോടുകൂടി വേണം മസാല മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ മസാല മിക്സ് ചെയ്യുമ്പോൾ നനവ് കുറവാണെങ്കിൽ നമ്മൾ വെള്ളം ചേർക്കുന്ന ഡ്രോപ്പായിട്ട് ചേർത്താൽ മതി. 2-3 ഡ്രോപ്പ് ചേർത്ത് ചെറിയൊരു നനവോട് കൂടി നമുക്ക് മസാല മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുക്കുമ്പോൾ വെള്ളം അധികമായിട്ടുണ്ടെങ്കിൽ ഈ മീനിൽ നന്നായിട്ട് പിടിക്കത്തില്ല. തീരെ ഡ്രൈ ആണെങ്കിലും മസാല ഉരുണ്ട് കൂടിയിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഡ്രോപ്പായിട്ട് ഒഴിച്ച് ചെറിയൊരു നനവോടുകൂടി വേണം മസാല മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് മസാല നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫിഷിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചെടുക്കാം. നന്നായിട്ട് ഇങ്ങനെ ഒന്ന് തിരുമ്മി അങ്ങ് തേച്ച് പിടിപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് മസാലയെല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 20 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പം മാരിനേഷൻ ചെയ്തതെല്ലാം നന്നായിട്ട് ഇതിലേക്ക് പിടിച്ച് നന്നായിട്ട് ടേസ്റ്റ് കിട്ടും. ഇനി നമുക്കിത് വറുത്തെടുക്കണം. വറുത്തെടുക്കാനായിട്ട് ഞാൻ പറഞ്ഞായിരുന്നു, പുറം നന്നായിട്ട് മൊരിഞ്ഞു വരികയും ചെയ്യും, അകം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന രീതിയിലാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്, വേറൊരു ബൗളിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓരോ പീസ് എടുത്ത് ഗോതമ്പ് പൊടി ഇതിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അധികം തിക്കിൽ കോട്ട് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ഈ മീനൊന്ന് ഇതിലൊന്ന് ഇട്ടൊന്ന് തിരിച്ചു മറിച്ചു ഒന്ന് എടുത്താൽ മതി. അപ്പോഴത്തേക്കും ഈ മസാലയുടെ നനവുള്ളതുകൊണ്ട് കുറച്ച് ഗോതമ്പ് പൊടി ഇതിൽ പിടിച്ചിട്ടുണ്ടാവും. ഇനി നമുക്കിതെടുത്ത് നേരെ വെള്ളം വെച്ചിരിക്കുന്ന ബൗളിലേക്ക് ഒന്ന് മുക്കിയെടുക്കാം. പാനിൽ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ആ ചൂടായ എണ്ണയിലേക്കൊക്കെ വെക്കാം. നമ്മളിങ്ങനെ പൗഡർ കോട്ട് ചെയ്ത് വെള്ളത്തിൽ മുക്കിയെടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഒത്തിരി വെള്ളം ഇങ്ങനെ പൊട്ടിത്തെറിക്കും. അത് ഇല്ല കേട്ടോ. കാരണം ഈ പൊടി വെള്ളം അബ്സോർബ് ചെയ്തെടുക്കും, അധികം പൊട്ടിത്തെറിക്കത്തില്ല. സാൽമൺ ഫിഷ് മാത്രമല്ല, ഏത് ഫിഷ് വേണേലും ഇതുപോലെ ഗോതമ്പ് പൊടിയുടെ കോട്ടിങ് ഇട്ടിട്ട് വെള്ളത്തിൽ മുക്കിയിട്ട് വറക്കാം. ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സ്മെല്ല് അധികം പുറത്തേക്ക് വരില്ല. അപ്പം ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ പുറം നന്നായിട്ട് മൊരിഞ്ഞു വരികയും ചെയ്യും, അകം സോഫ്റ്റ് ആയിട്ടിരിക്കുകയും ചെയ്യും. അപ്പം നമുക്കിത് തിരിച്ചും മറിച്ചും ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സാൽമൺ ഫിഷിന് അധികം നേരം ഫ്രൈ ചെയ്യേണ്ട, ഒരു സൈഡ് ഒരു 4 മിനിറ്റൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അങ്ങനെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുത്ത സാൽമൺ ഫിഷ് നമുക്ക് കുറച്ച് ഒനിയൻ റിൻസൊക്കെ വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് സെർവ് ചെയ്യാം. ഇനി അടിപൊളി ഒരു സാൽമൺ ഫിഷ് ഫ്രൈ ആണ്. നല്ല ടേസ്റ്റാണ്, ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാം. ഈ സാൽമൺ ഫിഷിന് വിറ്റമിൻ ഡിയും ധാരാളം പോഷകങ്ങളും ഉണ്ട്. ശരിക്കും പോഷക സമൃദ്ധമാണ് സാൽമൺ ഫിഷ്.
അപ്പോൾ എല്ലാവരും കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതൊരു സാൽമൺ ഫിഷിന് നമ്മുടെ നാട്ടിൽ നല്ല വിലയാണ്, 2000 രൂപ മുകളിലാണ് കിലോയ്ക്ക് വില. എന്നാലും നല്ലൊരു ഫിഷല്ലേ, നമുക്ക് ഒരിക്കലെങ്കിലുമൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണാം. താങ്ക്